ഇപ്പോൾ സുരേഷ് മാധ്യമങ്ങളെ കാണുകയാണ്. മലമ്പുഴയിൽ അദ്ദേഹത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയേക്കും എന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. സുവ്യക്തമായിട്ടാണ് ഞാൻ അതിൽ എഴുതിയിരിക്കുന്നത്. അതിലൊരു രാഷ്ട്രീയ മാറ്റം സൂചന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയും ഈ കാത്തിരിപ്പിൽ കാര്യമില്ല, അങ്ങനെ ഒരു മടുത്തു എന്നൊരു സൂചന കൂടി ഇല്ലേ ശരിക്കും ഫേസ്ബുക്ക് പോസ്റ്റിൽ? തീർച്ചയായിട്ടും പറഞ്ഞാൽ വാസ്തവമുണ്ട്. ഞാനൊരു പാർട്ടിയിലും ചേരാൻ ഉദ്ദേശിക്കുന്നില്ല, അതാണ് അതിൻ്റെ വാസ്തവം. പക്ഷേ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പിന്നെ ഞാൻ അംഗത്വത്തിലേക്ക് വരാൻ എന്തൊക്കെ ചെയ്തു എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ സ്വാഭാവികമായിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ എഴുതി പോയതാണ്. ആർക്കാണ് അവർ മാത്രം മതി ഈ പാർട്ടിയിൽ എന്നുള്ളൊരു ചിന്ത ഉള്ളത്? പലർക്കും അറിയാമല്ലോ, പാർട്ടിക്കകത്ത് ഇപ്പോൾ ഒരുപാട് വലതുപക്ഷ വ്യതിയാനം അല്ലെങ്കിൽ നയവ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പാർട്ടിക്ക് നിരക്കാത്ത ആളുകളും വ്യക്തികളും അതുപോലെ തന്നെ നയങ്ങളും ഒക്കെ പാർട്ടിക്കകത്ത് കടന്നുകൂടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷവും തദ്ദേശ ഭരണത്തിൻ്റെ തോൽവിക്ക് ശേഷവും പാർട്ടി വളരെ വ്യക്തമായി കമ്മിറ്റിക്കകത്ത് ചർച്ച ചെയ്ത് പാർട്ടി കുറേ കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത്. അതിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പാർട്ടിക്കകത്ത് കടന്നുകൂടാൻ പാടില്ലാത്ത ഒരുപാട് പുഴുക്കുത്തുകൾ ഈ പാർട്ടിക്കകത്ത് കടന്നുകൂടുകയും അതുപോലെ തന്നെയുള്ള വലതുപക്ഷ വ്യതിയാനം ഉൾപ്പെടെയുള്ള പാർട്ടിക്ക് നിരക്കാത്ത കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞതല്ല. ഇന്നലെ CPM പാലക്കാട് ജില്ലാ നേതൃത്വം നടത്തിയ പത്രസമ്മേളനത്തിനിടെ പറഞ്ഞത് പാർട്ടിയിൽ നിന്ന് ആരും പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല, എല്ലാവരെയും ചേർത്ത് നിർത്താനും ഒപ്പം നിർത്താനാണോ ആഗ്രഹിക്കുന്നത്. പക്ഷേ സുരേഷിൻ്റെ കാര്യത്തിൽ മാത്രം അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുന്നില്ല എന്ന് തോന്നുന്നു. അതാണ് എനിക്ക് നിങ്ങൾ ചോദിച്ച സംശയം സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പണ്ട് പറയായിരുന്നു, നീ വല്ല BJPയിലോ അല്ലെങ്കിൽ കോൺഗ്രസ്സിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിൽ പോയി പ്രവർത്തിച്ച് കുറച്ചു കാലം കഴിഞ്ഞാൽ നിന്നെ നേരെ പാർട്ടിയിലേക്ക് എടുക്കുകയും നല്ല സംവിധാനങ്ങൾ നിനക്ക് ഒരുക്കുകയും ചെയ്യുമെന്ന് പലരും തമാശ രൂപത്തിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലത്തും പല പാർട്ടിയിൽ നിന്ന് വരുന്ന ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുന്നത് നല്ലതാണത്. നമ്മൾ പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സ്പേസ് ഉണ്ടാവണം എന്നാണ് എന്നെപ്പോലുള്ള ആയിരക്കണക്കിന് ആളുകൾ വിചാരിക്കുന്നത്. ഞാൻ മാത്രമല്ല, ഒരുപാട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ബലിയാടുകളായിട്ടുള്ള വിഭാഗീയതയുടെ പേരിൽ ബലിയാടുകളായിട്ടുള്ള ഒരുപാട് ആളുകൾ ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട്. അവരുടെ ശബ്ദമാണ് ഞാൻ പറഞ്ഞത്. ഈ KPCC നേതാക്കളോട് അപ്പോൾ പൂർണ്ണമായിട്ടൊരു നോ തന്നെയാണോ പറഞ്ഞിരിക്കുന്നത്? ഇല്ല, ഞാൻ നോ ഒന്നും പറഞ്ഞിട്ടില്ല, എസ്സും പറഞ്ഞിട്ടില്ല. അവരെന്നോട് സംസാരിച്ചു, വളരെ അനുഭവപൂർവ്വമായി സംസാരിച്ചത്, വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടാണ് എന്നോട് സംസാരിച്ചത്, എന്നെ അംഗീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഞാൻ അവരോട് നോ ഒന്നും പറഞ്ഞിട്ടില്ല, എസ്സും പറഞ്ഞിട്ടില്ല. ഒരു ടെസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഞാൻ ആലോചിക്കണം. എനിക്കിത് അല്ല, ഇതൊരു തീരുമാനം എടുക്കുന്നത് ചെറിയൊരു ദോശ ചുട്ടെടുക്കുന്നത് പോലെ തീരുമാനങ്ങളല്ലല്ലോ. ആളുകളുടെ വ്യക്തിത്വത്തെയും അതുപോലെ തന്നെ നയത്തെയും ഒക്കെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് വളരെ വേണ്ടപ്പെട്ട, എന്നെ സ്നേഹിക്കുന്ന പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തുള്ള ആളുകളായിട്ട് വളരെ പിന്നെ ആഴത്തിൽ ആലോചിക്കാനുണ്ട്. അല്ല, അങ്ങനെ ചോദിച്ചാൽ എനിക്ക് വ്യക്തതയില്ല. എന്തായാലും അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരം കാര്യങ്ങൾ. അവർ കുറേ കാര്യങ്ങൾ എന്നോട് സൂചിപ്പിച്ചിരുന്നു. ഇത് മാത്രമല്ല, നിങ്ങൾ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വിഷയം മാത്രമല്ല, പല കാര്യങ്ങളും അവരോട് ഞാൻ സംസാരിച്ചു, അവരെന്നോട് സംസാരിച്ചു. അതിനൊക്കെ ഞാനൊരു ആലോചിച്ച് പറയാമെന്നുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും രീതിയിൽ UDFന്റെ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ, മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഒരുപക്ഷെ പ്രഭാകരനോ അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും. ഹൈപ്പോത്തിക്കലാണല്ലോ അത്. ആവുകയാണെങ്കിൽ എന്നുള്ളതല്ലേ, നമുക്ക് ആലോചിക്കാം. ഞാനിപ്പോൾ എന്തായാലും ഒരു തീരുമാനം അറിയിച്ചിട്ടില്ല. അറിയിക്കാൻ ഇപ്പോൾ ഇന്ന് ഞാൻ തയ്യാറല്ല. എന്തായാലും എനിക്ക് കുറച്ച് ആലോചിക്കാനുണ്ട്. അതായത് മെമ്പർഷിപ്പിന് വേണ്ടി കാത്തിരുന്ന് മടുത്തു, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ആലോചനയിലേക്ക് മുതിരുന്നത്. അല്ല, മെമ്പർഷിപ്പ് എന്നുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എന്താ വെച്ചാൽ, അംഗത്വം ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് അംഗത്വം ഇല്ലെങ്കിലും പ്രവർത്തിക്കാം, അനുഭാവിയായി പ്രവർത്തിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ എന്നെ പുറത്താക്കിയത് എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. എൻ്റേതല്ലാത്ത കാരണം കൊണ്ട് എന്നെ പുറത്താക്കിയതാണ്. അതെനിക്ക് നല്ല വിശ്വാസം ഉണ്ട് അക്കാര്യത്തിൽ. ഞാൻ എന്താണ് ഇനി തിരുത്തേണ്ടത്? ഈ 12 വർഷം ഞാൻ എന്താണ് തിരുത്തേണ്ടത്? എൻ്റെ ഭാഗത്ത് നിങ്ങൾക്കറിയാം, പാലക്കാട് ജില്ലയിൽ തന്നെ പാർട്ടിയെ സംസ്ഥാന സെക്രട്ടറിയെ പൊതുയോഗത്തിൽ വെച്ചിട്ട് പറയാൻ പാടില്ലാത്ത വാചകങ്ങൾ പറഞ്ഞു. ഞാൻ ഈ വാക്ക് പറയുന്നില്ല. അവരൊക്കെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലാണ്. പാർട്ടിക്കെതിരെ വിമത കൺവെൻഷൻ നടത്തി, പഞ്ചായത്തുകൾ തോറും വിമത കൺവെൻഷൻ നടത്തി അവർ ജില്ലാ കമ്മിറ്റിയിലുണ്ട്. ഈ കഴിഞ്ഞ 7-8 മാസം മുമ്പ് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് 1 കൊല്ലം മുമ്പ് പാർട്ടി ജില്ലാ സെക്രട്ടറി വർഗീയവാദി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് പുറത്തുപോയ ആൾ ഏരിയ കമ്മിറ്റിയിലുണ്ട്. ഇത് പാലക്കാട് ജില്ലയിൽ ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തതായിട്ട് നിങ്ങളുടെ അറിവിലുണ്ടോ? ഇപ്പോൾ ഈ കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ അവർ ചർച്ച നടത്തിയെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷമുള്ള പാർട്ടിയുടെ നിലപാടുകൾ? ഇല്ല, പാർട്ടി നേതാക്കളാരും എന്നെ ബന്ധപ്പെട്ടിട്ടില്ല, വിളിച്ചിട്ടില്ല. അനുഭാവികളായിട്ടുള്ള ഒരുപാട് ആളുകൾ, എന്നെ അറിയുന്ന ആളുകൾ പല സ്ഥലത്തുനിന്നും വിളിച്ചിട്ടുണ്ട്. വിളിച്ച 70-80% ആളുകളും പോസിറ്റീവായിട്ട് എന്നോട് പ്രതികരിച്ചത്. ബാക്കി ചില ആളുകൾ ആശങ്ക പ്രകടിപ്പിച്ചു. അവരോടൊക്കെ ഞാൻ പറഞ്ഞു, സഖാക്കളെ, തീരുമാനം ഞാൻ എടുത്തിട്ടില്ല, ഞാൻ എടുക്കുമ്പോൾ അറിയിക്കാം എന്ന് മാത്രം മറുപടി ഞാൻ പറഞ്ഞത്. സുരേഷ് ഏട്ടന് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. ആ വിഭാഗീയതയുടെ എല്ലാ കാര്യങ്ങളും അവസാനിച്ചു. എന്നിട്ടും പലരും വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ സുരേഷ് ഏട്ടനോട് മാത്രം ഇപ്പോഴും മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന സുരേഷാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്.
അദ്ദേഹത്തെ കോൺഗ്രസ് സമീപിച്ചിരുന്നു, മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ, വാർത്തകളൊക്കെ പുറത്തു വരുന്നതിനിടെയാണ് എസ് സുരേഷ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് കോൺഗ്രസ് സമീപിച്ചിട്ടുണ്ട്, ചർച്ച നടത്തിയിട്ടുണ്ട്, പക്ഷേ സ്ഥാനാർത്ഥിയാകാൻ യെസോ നോയോ താൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ്. ഒരു പാർട്ടിയിലും ചേരില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെയായി CPM-ലേക്കുള്ള ഒരു തിരിച്ചുവരവിനായി താൻ കാത്തിരിക്കുകയായിരുന്നു, പക്ഷേ അതുണ്ടായില്ല. പക്ഷേ ഇപ്പോഴും മറ്റൊരു പാർട്ടിയിലും ചേരില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനിടയിലും CPM-നെതിരെ അദ്ദേഹം രൂക്ഷമായി വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് പ്രത്യേകത.